ട്രോളിന്ന് നമ്മളൊരു കൗതുകരമായി വിളിക്കുന്നുണ്ടെങ്കിലും അത് ഇറ്റ്സ് ഔട്ട് ഓഫ് ലവ്. അപ്പനെ സന്തോഷമാണ്. ഈ അപ്പനും മകനും തമ്മിലുള്ള ബന്ധം എന്നൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പറയാണ്. ചിലർ പറയാറുണ്ട് ആൺകുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അച്ഛന്മാരോടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്. അതായത് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അമ്മ വഴി പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് എത്തി ഒരു ഡയറക്റ്റ് കോൺവെർസേഷൻ ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു വാക്ക് തർക്കം വന്നാൽ അതൊരു വലിയ രീതിയിലേക്കൊക്കെ പോകും എന്നൊക്കെ ഭയക്കുന്ന ഒരു രീതി നമ്മുടെ ഇടയിലുണ്ട്. സുഹൃത്തുക്കളാണല്ലോ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ബന്ധം ഭയങ്കര മനോഹരമാണല്ലോ. അങ്ങനെ വരുന്നതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? പണ്ട് അവർ എഴുതി വായിച്ചു, എൻ്റെ കൂട്ടുകാരൻ എഴുതിയതാണോ ഫ്രാൻസിസ് നിബിൻ എഴുതിയതാണെന്ന് അറിയില്ല. അതായത് അമ്മ ചെലവും കൊടുത്ത് വളർത്തുന്ന ഗുണ്ടകളാണ് അപ്പൻ. അത് കുട്ടിക്കാലത്തൊക്കെ വേഗം കഴിച്ചാൽ അപ്പനെങ്ങനെ പാവും ഞാനാണ് കൂട്ടാന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനെ ഒരു സാധനം ആദ്യമേ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിലത് അധികം അങ്ങനെ കണ്ടില്ലായിരുന്നു. പിന്നെ അപ്പൻ കുറച്ചൊരു ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ്. ഒരുപാട് പേര് സംസാരിക്കുമ്പോൾ ഭയങ്കര ഫോർഗിവിങ് നേച്ചറൊക്കെ ഉള്ള പോലെ, അറ്റ്ലീസ്റ്റ് മക്കളോട് ഉള്ള പോലെ. ഞാൻ ഈ അടുത്തിടയ്ക്ക് എൻ്റെ നാട്ടിൽ ഫംഗ്ഷൻ പോയി. ഫംഗ്ഷൻ കഴിഞ്ഞ് തിരിച്ച് എന്നെയും വേറൊരാളെ എൻ്റെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്ത ഒത്തിരി എൻ്റെ കാല് ചെറിയ ഇഞ്ചുറി പറ്റി. അപ്പോൾ കാറിൽ കൊണ്ടുവന്നാക്കി. അപ്പോൾ കാറിൽ എൻ്റെ പുറകിലൊരു ഓർഗനൊക്കെ വായിക്കുന്ന ചേട്ടനുണ്ട്. മാഷിൻ്റെ സ്റ്റുഡൻ്റ് ആട്ടോ ഞാൻ എന്ന് പറഞ്ഞു. അപ്പം ആ ആണോ എന്ന് ചോദിച്ചു ഞാൻ. ആ മാഷിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു സഹപാഠി അവൻ ഹോംവർക്ക് ചെയ്തുകൊണ്ടൊന്നുമില്ല. അപ്പോൾ മാഷ് ഇങ്ങനെ ചോദിക്കല്ല, വണ്ടിയാണ് മാഷ് നല്ലപോലെ അടിക്കുന്ന ഒരാളാണ്. പക്ഷെ ചോദിക്കും, ഇങ്ങനെ ചോദിക്കുക ഓരോരുത്തർ എന്താ പഠിക്കാൻ, മറന്നുപോയി സാർ അടിക്കണം. ഒരുത്തും പറഞ്ഞു, പക്ഷേ ഞാൻ പഠിക്കാറിയുന്നടുത്ത് വെള്ളം അടിച്ചു വന്ന് എൻ്റെ അപ്പൻ ബുക്ക് വലിച്ചെറിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? എവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പൻ അതിനുശേഷം ഇൻ്റർവെല്ലിന് മാഷന്മാർക്ക് തൊട്ടപ്പുറത്ത് നവ്യ ബേക്കറി ഉണ്ട്. അപ്പൻ അവനെയും കൊണ്ടുപോയി എന്താ പറ്റിയെന്ന് വെച്ചൊരു ചായ വാങ്ങിച്ചു കൊടുക്കുന്നു. അത് ഏകദേശം ഒരു 35-30 കൊല്ലങ്ങൾക്ക് ശേഷം എൻ്റെ ലെഫ്റ്റിലിരുന്ന് ഒരാൾ പറയുമ്പോൾ എൻ്റെ അപ്പനെ കുറിച്ച് എനിക്കിതൊന്നും അറിയില്ലല്ലോ. ഞാൻ വാസ് എ ഗുഡ് മാൻ. അറ്റ്ലീസ്റ്റ് വിദ്യാർത്ഥികളോട് മക്കളോട് എനിക്ക് നമ്മളിപ്പോൾ അപ്പനെ കുറിച്ചല്ല പറയുമ്പോൾ എനിക്ക് അപ്പനാൽ വേദനിക്കപ്പെട്ട മനുഷ്യർ ഈ ഭൂമിയിലാണ് എനിക്ക് അറിഞ്ഞോട് അവിടെ എന്താ പറയേണ്ടതെന്ന്. അപ്പോൾ ഐ ഹാവ് എ ഗുഡ് ഫാദർ ആൻഡ് ഐ എം സെലിബ്രേറ്റിംഗ് ഹിം. അത് എനിക്കൊന്നു ഒരു മകന് അപ്പനുമായിട്ടുള്ള ബന്ധം നല്ല പോലെ ഫാദറിൻ്റെ കയ്യിലിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൻ്റെ ഹ്യൂമർ സെൻസും അപ്പൻ ഇടപെടുന്ന രീതി, അപ്പൻ ഞങ്ങളോട് സാരില്ലെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടുതൽ സ്നേഹിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോൾ അൺഫോർച്ചുനേറ്റായിട്ട് കുറേ ആളുണ്ടാവും അപ്പം ഭയങ്കര അപ്പൻ്റെ മുഖത്തൊക്കെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് അറിയാം. എന്താ അങ്ങനെ പുതിയ ജനറേഷൻ അങ്ങനെ ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം നമ്മുടെ ജനറേഷനൊക്കെ അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് മുമ്പുള്ള ജനറേഷനിലൊക്കെ അപ്പന്മാരൊക്കെ അടിപൊളിയല്ലേ. പിള്ളേരുടെ ഒപ്പം റീലുകൾ എടുക്കുന്നു, ഡാൻസ് ചെയ്യുന്നു. പിന്നെ ഇപ്പം എന്നൊക്കെ ഇങ്ങനെ പണ്ട് നല്ലപോലെ അടിച്ചിട്ടുണ്ട് അപ്പനൊക്കെ ഇങ്ങനെ ചെറിയ പിള്ളേരെ തല്ലല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ മനുഷ്യൻ നിങ്ങൾ പണ്ട് പട്ടക്കൊല്ലം അടിയാവുന്ന ഓർമ്മകൾ നമുക്ക് തന്നെ. അപ്പോൾ ദേ ആർ ചേഞ്ചിങ്. അമ്മയുടെ പങ്ക് എന്താണ് ഈ ഒരു ട്രോളിലൊക്കെ? അമ്മ വരാറുണ്ടോ? അമ്മയ്ക്ക് പബ്ലിക്കിൽ എപ്പോഴും ഇഷ്ടമല്ല. അമ്മയ്ക്ക് ഇപ്പം എൻ്റെ ഇതുപോലെ അമ്മ ഇങ്ങനെ 100% അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയ്ക്കൊന്നും അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ മറ്റേ ഫോട്ടോ വെച്ച ഗ്ലാസ്സിൽ കോഴിക്ക് വെള്ളം കൊടുത്ത വീഡിയോ കണ്ടിട്ടുണ്ട്. അതിലും വലുതുണ്ടെന്നേ. ഞാൻ ദൈവത്തിന്റെ ചേരന്മാരുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഞാൻ എഴുതിയത് ഇങ്ങനെ പൊന്നുപോലെ സൂക്ഷിച്ച് വെച്ചേക്കാം, പ്രിന്റ് ചെയ്ത് A4 സൈസിൽ ഇങ്ങനെ വെച്ചേക്കാം. അപ്പം അമ്മയ്ക്ക് കൃഷിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ നോണരുത് ഒരു A4 സൈസ് എന്തോ ഇങ്ങനെ എന്താ പുഴു കുത്താണ്ടിരിക്കാൻ നമ്മളത് ദൈവത്തിന്റെ ചേരന്മാരുടെ ഇരട്ടല്ല ജനറൽ ചാപ്റ്റർ അമ്മയെ കുറിച്ചുള്ള ചാപ്റ്റർ കൊണ്ട് തന്നെ ആ പേപ്പർ എടുത്ത അമ്മ പാവയ്ക്കയുടെ ചുറ്റും എത്തി. അപ്പം ഞാൻ പഠിച്ച അമ്മ ഇത് ഞാൻ ചോദിക്കുന്നത്, അമ്മ ഇത് എൻ്റെ എടാ അത് ഇങ്ങനെ കെട്ടി വെച്ചുള്ള ഗുണം എന്താ പറയുക, പുഴു കുത്തില്ല എന്ന് പറയേ. ഓക്കെ. അപ്പോൾ പിന്നെ ആരോ ഗിഫ്റ്റ് നൽകിയ എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് കിട്ടാറുണ്ട്. എൻ്റെ പടം തന്നെ വെച്ച് ചിലപ്പോൾ നമ്മൾ പോകുന്ന ഇവൻറ്റുകളിൽ സാർ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ആയിട്ടോ സ്വന്തം പടം. ഇപ്പം കോഴിക്ക് വെള്ളം കൊടുക്കാൻ നല്ലൊരു ഗ്ലാസ് ഇല്ല. സ്നേഹപൂർവ്വം ജോസഫിന് എന്നുള്ള ഒരു ഗ്ലാസ്സിൽ അപ്പം അമ്മ അങ്ങനെ കോഴിക്ക് വെള്ളം കൊടുക്കും. നമ്മളിത് കാണുമ്പോൾ അകലെന്ന് അതൊന്നും ഉണ്ടായിരുന്നു. അത് എന്ത് ചെയ്യാൻ പറ്റും, അമ്മ അതിനെങ്ങനെയാണ് കാണുന്നത്. ഇപ്പം ഇത് ഈ വീഡിയോ ഇറങ്ങുമ്പോൾ ഞാൻ എപ്പോഴാണ് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് തിരക്കി ചെയ്യാൻ പറ്റും. കുഴപ്പമില്ല, അത് പറഞ്ഞ് മനസ്സിലാക്കാവുന്നുള്ളൂ. അമ്മയെ എപ്പോഴെങ്കിലും വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ വീട്ടിലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അപ്പനും ഡീസൻറ്റ് മനുഷ്യരാണ്. ഇത് നമുക്ക് ഇങ്ങനെ എന്നെ കേട്ടോണ്ടെങ്കിൽ നിങ്ങൾ എത്ര പേർക്ക് ഇത് പറയാൻ പറ്റുന്നെങ്കിൽ അവിടെ ഡീസൻറ്റ് അത് പറയും വേണ്ട, നിനക്കൊരു കൂട്ടൊക്കെ വേണ്ടേ.
ഞങ്ങൾ പോയവർക്ക് ആരൊക്കെ ഉണ്ട്. അമ്മ എനിക്കിപ്പോൾ അതിനോടൊരു ചിന്തയില്ല. അല്ല അതിന് ഇത് പറയുമ്പോൾ രണ്ടു തവണ പറഞ്ഞാൽ പോലും വെരി ജെന്റിൽ. അപ്പോൾ അമ്മ അവർ ചിന്തിക്കുന്നത് 2 ചേട്ടന്മാരും പുറത്ത് സെറ്റിൽഡായി, എനിക്കാരുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ടോക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഗേറ്റ് തുറന്ന് അല്ലെങ്കിൽ ഒരു കട്ടൻ ചായ എടുത്ത് വെക്കാൻ, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പരിപാടികൾ, അല്ലെങ്കിൽ നമുക്ക് ടോക്കിന് കിട്ടിയൊരു തുക അമ്മേനെ ഇങ്ങനെ ഏൽപ്പിക്കാൻ. നമ്മൾ ടോക്ക് കഴിഞ്ഞ് കിട്ടുന്ന തുകയ്ക്ക് വിലയുണ്ടാവുന്നത് ഞാനത് എൻ്റെ അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ മാത്രമാണ്. ഇങ്ങനൊരു ചെറിയൊരു കവർ ഇന്ന് കിട്ടിയതാണ്, നമ്മൾ എണ്ണിട്ട് പോലും ഉണ്ടായിരുന്നു കൊടുക്കും. ഇതിപ്പോൾ അങ്ങനെ 2 പേര് അവിടെ ഇല്ലെങ്കിൽ ഞാൻ ടോക്ക് കഴിഞ്ഞ് വരുന്നു, എനിക്ക് അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. ബേസിക് കാര്യം നടത്താതിൻ്റെ ഉപരി അത് വലിയൊരു ഹാപ്പിനെസ് ഇല്ല. അപ്പോൾ ഒരു ഏകാന്തതയെ കുറുകെ കിടക്കാൻ നിനക്ക് കൂട്ട് എന്നുള്ള കാര്യം അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, നിർബന്ധിക്കുന്നില്ല. രണ്ടും ഭയങ്കര വ്യത്യാസമുള്ള വാക്കുകളാണ്. ഓർമ്മിപ്പിക്കുക പറയുന്നത് അവർ അവരുടെ കൺസേൺ ഓർമ്മിപ്പിക്കുന്നു, നിർബന്ധമില്ല. ഇപ്പം മാട്രിമോണിലൊക്കെ എൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ, പ്രൊഫൈലുണ്ട്. ജോസഫിന്റെ കുട്ടി ജോസ് അതുകൊണ്ട് നമ്മൾ റീസെന്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്തു. ഇപ്പൊ ചേട്ടനും ഫാമിലിയൊക്കെ വന്നപ്പോൾ ഒരു ഫോട്ടോ ഇട്ടാലാണ്, അല്ലെങ്കിൽ ആളുടെ ഫേക്ക് ആണെന്ന് അങ്ങനെ മാട്രിമോണി സൈറ്റിലിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ആള് വിസിറ്റ് നമുക്ക് കാണാം. ഇങ്ങനെ നമ്മൾ നോക്കും ഇതൊക്കെ ആരാണ് ഇവർക്ക് നോക്കുന്നു. ചിലപ്പോൾ കുട്ടിയെ കാണാൻ പോലും സാധ്യതയുണ്ട് ഈ വരുന്ന ദിവസങ്ങളിൽ. ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ്, ഇതൊന്നും ഉറപ്പിക്കുന്നല്ല, കണ്ടു നോക്കാം. അവരോട് നമ്മൾ പറയുന്നത് അറിഞ്ഞുകൂടാ, നമുക്കൊന്ന് കണ്ടു നോക്കാം, സംസാരിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞ ഒരു സൈഡിൽ കൂടെ പാരലി നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വളരെ ഹാപ്പിയാണ്, വളരെ മീനിങ് ഫുള്ളായി ജീവിക്കുന്നു. ഇൻ ദ സെൻസ് എന്നോടെങ്കിലും അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ടോക്കുകളും യാത്രകളും സുഹൃത്തുക്കളും അപ്പനമ്മയ്ക്കായിട്ട് പോകുന്നു. ബട്ട് ദർ വിൽ ബി എ ഡേ വിൽ ബി എ ലോൺ. അന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ള ചോദ്യത്തിന് ഭയപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ്. അതിനോടൊരു ഉത്തരം എന്ന നിലയിലാണ് ഞാൻ വിവാഹത്തെക്കുറിച്ചുള്ള ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെ വിവാഹം കഴിക്കരുതെന്ന് പോലാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇറ്റ്സ് മെസ്ഡ് അപ്പ്, ഇറ്റ്സ് കൺഫ്യൂസ്ഡ്. ബട്ട് ഐ ആം ടേക്കിംഗ് സം ബേബി സ്റ്റെപ്സ്. ഒരു നമ്മൾ കുട്ടികൾ ഒന്ന് കണ്ടു നോക്കാം, അവർ പരിചയപ്പെട്ടു നോക്കാം, ഒരു കുട്ടി ഒഫീഷ്യലി സംസാരിച്ച് നോക്കാം. പിന്നെ നമുക്ക് ലെറ്റ്സ് സീ എന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. വിവാഹ ജീവിതത്തെക്കുറിച്ച് അറിയുമ്പോൾ എപ്പോഴും സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാറുണ്ട്. അപ്പം ജോസഫ് ചിന്തിക്കുന്ന സമയത്ത് ഒരാൺകുട്ടി എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഒരു വിവാഹ ജീവിതത്തിൽ നേരിടേണ്ടി വരും എന്ന് ആലോചിച്ചിട്ടുണ്ട്? എനിക്ക് ഇമ്മീഡിയറ്റ്ലി നേരിട്ട് കാണാൻ പറ്റുന്നത് എൻ്റെ 2 ചേട്ടന്മാരാണ്. 2 പേരെ കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാൻ ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നു ഒരു മാസം അപ്പോൾ 2 ആഴ്ച മൂത്തച്ഛൻ്റെപ്പം, 2 ആഴ്ച രണ്ടാമത്തെ ഒപ്പം. ഞാൻ നോക്കുമ്പോൾ റെസ്പോൺസിബിലിറ്റീസ് ആർ ഈക്വലി ഷെയർഡ്. ഇപ്പം എൻ്റെ 2 ചേട്ടന്മാരും ഭംഗിയായിട്ട് കുക്കി. എന്നെ ബ്രിസ്ബനിലായിരിക്കുമ്പോൾ മൂത്ത ആൾ ബ്രിസ്ബനിലാണ്. ആദർശ് രാവിലെ ഇങ്ങനെ നോക്കി, എടാ ടാപ്പി പിടിക്കും. ചില ദിവസം പുള്ളി ഇങ്ങനെ ഇരുന്ന് അരിയുന്നുണ്ടോ സാധനങ്ങൾ, സൈന ചേച്ചി കുക്ക് ചെയ്യുന്നുണ്ടോ. ഇപ്പോൾ മെൽബണിൽ വരുമ്പോൾ അലീനയും അരുണും ഈക്വലിയാണ് പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ അരുൺ കുറച്ചുകൂടി പിള്ളേരെ സ്പോർട്സ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവും, ചേച്ചി ചിലപ്പോൾ കുത്തിയിരുന്ന് പഠിപ്പിക്കുന്നുണ്ടാവും, പിള്ളേർ പഠിപ്പിക്കുന്നുണ്ടാവും. നോക്കുമ്പോൾ ആണുങ്ങൾ ഇപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ എന്ന് എനിക്ക് എടുത്ത് പറയാൻ പറ്റുന്നില്ല. കാരണം ഞാൻ നോക്കുമ്പോൾ 2 പേരും ഒരു ബാലൻസ് ചെയ്യുന്ന പോലെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിലൊരു വ്യത്യാസം എൻ്റെ വീട്ടിൽ മാത്രമാണ്, അപ്പനും അമ്മയാണ്. കാരണം അമ്മയാണ് എല്ലാ പണികളും ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും. അപ്പൻ പറയുന്നത് ഞാൻ പുറത്തു പോയി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഗെയിം അപ്പൻ കുക്ക് ചെയ്യും, എങ്കിലും ഒരു ബാലൻസിങ് ആക്ട് ഞാൻ അധികം അങ്ങനെ കണ്ടിട്ട് കൂടുതൽ അമ്മയുടെ മേത്തേക്ക് വർക്ക് ലോഡ് വരുന്ന പോലെ പലപ്പോഴും നോയിട്ടുണ്ട്. അപ്പം ഞാൻ പലപ്പോഴും വീട്ടിലുണ്ടാവാറില്ല. പക്ഷെ എങ്കിലും നമുക്ക് കാണാമല്ലോ, മാറി ഒബ്സർവ് ചെയ്യുമ്പോൾ എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ആണുങ്ങളിൽ വരുന്ന ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് ചോദിച്ചാൽ, ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തുണ്ടോ അതിൻ്റെ പകുതി. അതാണ് എനിക്ക് പറയാനുള്ള ഡെഫിനിഷൻ. അത് എങ്ങനെ വേണമെങ്കിലും ആവാം അതിന്. പിന്നെ ചിലർക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. അപ്പം ഞാൻ